ഹായ് ഗായ്സ്, എല്ലാവർക്കും വാഫ്റ്റ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മൾ വളരെയേറെ കാത്തിരുന്ന നമ്മുടെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മാച്ചിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ അതായത് ഓൾ ഇന്ത്യ, ഓൾ കേരള എല്ലാവരും ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ഏകാംശത്തോളം കാത്തിരുന്ന നമ്മുടെ സഞ്ജു സാംസൺ വളരെയധികം, അതായത് നമ്മൾ പ്ലേയിങ് ലൈക്ക് വിരാട് കോഹ്ലി ആൻഡ് ഹിറ്റിംഗ് ലൈക്ക് രോഹിത് ശർമ്മ എന്ന് പറയുന്ന പോലത്തെ ഒരു ഇന്നിങ്സ് ആയിരുന്നു സഞ്ജു സാംസണിൽ നമ്മൾ കാണാനായിട്ട് സാധിച്ചത്. സോ നമ്മൾ വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഒരു ഇന്നിങ്സ് ആണ് നമുക്ക് ഇന്ന് ഈ ഒരു നിർണായക മാച്ചിൽ, അതായത് ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു മാച്ചിൽ, ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഒരു മാച്ചിൽ നമുക്ക് കിട്ടാൻ സാധിച്ചത്. സോ നമ്മൾ വളരെ ലക്കിയാണ്. സഞ്ജു സാംസന്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഏറെ നാളായി ടീമിന് ഉള്ളിലും ടീമിന് വെളിയിലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സഞ്ജു സാംസന്റെ ഒരു കരിയർ ഒരു നിർണായക സിറ്റുവേഷനിൽ ഇന്ത്യക്ക് വേണ്ടി തിളങ്ങാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ ഒരു മത്സരം മാറാൻ, തുടക്കത്തിൽ വേൾഡ് കപ്പിലെ ഓപ്പണിംഗ് നമ്മുടെ ടീമിൽ പോലും സ്ഥാനം കിട്ടില്ല എന്ന് വിചാരിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് തുടക്കത്തിൽ അഭിഷേക് ശർമ്മയുടെ ഫോം ഔട്ട് കാരണം വീണ്ടും ടീമിലേക്ക് വരികയും ഒന്ന് രണ്ട് നിർണായക ഇന്നിങ്സുകൾ കളിച്ചതിന് ശേഷം ഇന്ന് അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ടീം സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ്. ഫൈനലി പറയുമ്പോൾ നമ്മളൊരു ഒരു ഇന്ത്യൻ ടീമിന്റെ ഒരു ആരാധകരാണ്. സോ നമുക്ക് അതും വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ രണ്ട് രീതിയിലും നമ്മളൊരു കേരളക്കാരൻ കൂടി ആയതിന്റെ ഒരു സന്ദേശം നമ്മൾ ഈ ഒരു നിമിഷത്തിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ കമന്ററി ബോക്സിൽ ഇരിക്കുന്ന ആകാശ് ചോപ്രയ്ക്കും മറ്റു സഞ്ജുവിനെ വിമർശിച്ചുകൊണ്ട് മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്നത്തെ സഞ്ജുവിന്റെ ഒരു പെർഫോമൻസ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ്, നമുക്കറിയാം, ഒരുപാട് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. എന്നിരുന്നാൽ തന്നെയും ഒരു സമ്മേളനത്തിനിടയിൽ സൂര്യകുമാർ ഞാൻ എവിടെ കളിപ്പിക്കണം, സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മയ്ക്ക് പകരം കളിപ്പിക്കണോ അല്ലെങ്കിൽ തിലക് വർമ്മയ്ക്ക് പകരം കളിപ്പിക്കണോ എന്ന് വളരെ ചിരിച്ചുകൊണ്ട് സംസാരിച്ച് ഒരു ചെറിയൊരു രീതിയിൽ വിവാദമായുള്ള ഒരു വീഡിയോ നമ്മൾ എല്ലാവരും റീസെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിന് ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ സൂര്യകുമാർ യാദവിനോടുള്ള ഒരു മറുപടിയായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക്, അല്ല, ഈ സഞ്ജുവിന്റെ പെർഫോമൻസിനെ നമുക്ക് കാണാവുന്നതാണ്. സോ എന്തുകൊണ്ടും നമ്മൾ വളരെയധികം ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ അറ്റ് ദ റൈറ്റ് ടൈമിൽ സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുത്തിരിക്കുകയാണ്. സോ നമ്മൾ വളരെയധികം ഹാപ്പിയിലാണ്. സോ അദ്ദേഹത്തിന്റെ ഒരു വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇന്നിങ്സ് തുടർച്ചയായിട്ട് ഇനിയുള്ള സെമിയിലും ഫൈനലിലും എത്തി ഇന്ത്യയെ മൂന്നാമത്തെ കിരീടത്തിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. സോ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ദിസ് ഈസ് സിബി സൈനിങ് ഔട്ട് ഫ്രം വാഫ്റ്റ് വേൾഡ്.